പ്രിന്റു, ഇപ്പോൾ ഈ ഇരു മുന്നണികളുടെയും നിലപാട് വളരെ കൃത്യമായി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. നേമത്ത് പരസ്യ പിന്തുണ നൽകുകയാണ് SDPI LDF-ന്, മഞ്ചേശ്വരത്ത് UDF-ന് പിന്തുണ നൽകുന്നു. അതുപോലെ SDPI മത്സരിക്കാത്ത ഇടങ്ങളിൽ ആർക്ക് പിന്തുണ നൽകണം എന്നുള്ള കാര്യം അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയൊന്നുമില്ല. പകരം പ്രവർത്തകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് നടപ്പാക്കുന്നു. അതായത് രഹസ്യമായ ഇടപാടുകളാണ് ഇതെല്ലാം വരുന്നത്. പക്ഷേ നേമത്തിൻ്റെ കാര്യത്തിൽ പരസ്യ നിലപാട് പറയുന്നു, മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിൽ പരസ്യ നിലപാട് പറയുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ വർഗീയ ശക്തികൾ. വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നില്ല. പൂർണ്ണ പിന്തുണ നേരത്തെ UDF-ന് വാഗ്ദാനം ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. പക്ഷേ അവരും സമാനമായ രീതിയിലേക്ക് ഓരോ സാഹചര്യം നോക്കി ഇടത് വലത് മുന്നണികളിൽ ആരെ പിന്തുണയ്ക്കണം എന്നുള്ള ഒരു നിലപാട് എടുക്കുമെന്നാണ് അവരുടെയും രീതി. അപ്പോൾ എല്ലാവരും BJP-ക്കെതിരെ BJP ഒരു ശക്തിയായി വളർന്നു വരുന്നത് ആരെയൊക്കെയാണ് അലോസരപ്പെടുത്തുന്നത് എന്ന് വളരെ കൃത്യമല്ലേ? തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് മുന്നണി സംവിധാനങ്ങളും ഈ കേരളത്തിൽ മത തീവ്രവാദ ഭീകരവാദ സംഘടനകളുമായി പരസ്യവും രഹസ്യവുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടിരിക്കുകയാണ്. രണ്ടു കൂട്ടരും, പ്രത്യേകിച്ച് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഇന്നത്തെ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അടക്കം SDPI-യുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു മര്യാദയും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആത്മാഭിമാനം പണയം വെച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചത്. നമുക്കിന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ SFI-ക്കാരുടെയും ഇടതുപക്ഷക്കാരുടെയും ഒക്കെ ഒരു വികാരമായിട്ടുള്ള അഭിമന്യുവിൻ്റെ ആത്മാവ് സത്യത്തിൽ ഇതൊക്കെ കണ്ട് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന നെറികേട് കണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും നെഞ്ചുപൊട്ടിയിരിക്കുന്നുണ്ടാവും. കാരണം ഈ രണ്ട് മുന്നണി സംവിധാനങ്ങളും ഇന്ന് കേരളത്തിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനയെ വളർത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പുകളിലും ഈ രണ്ട് മുന്നണി സംവിധാനങ്ങളെ പലതരത്തിൽ രണ്ടു കൂട്ടരും സഹായിച്ചിട്ടുണ്ട്. ആ സഹായത്തെ പരസ്യമാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മുന്നണി. പണ്ട് കാലത്തൊക്കെ ഇടതുപക്ഷം വലതുപക്ഷവും പരസ്യമായിട്ട് പോലും അതിനെ തള്ളിക്കളയുന്ന സംവിധാനങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഇന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അതിനെ തള്ളിക്കളയുന്നില്ല. നേമത്ത് മത്സരിക്കുന്ന ശിവൻകുട്ടി പറയുന്നു, എനിക്ക് SDPI-യുടെ വോട്ട് കിട്ടുന്നത് കൊണ്ട് യാതൊരു തരത്തിലുമുള്ള പ്രശ്നമില്ല, അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതുകൊണ്ട് എന്ത് തെറ്റാണെന്നാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ മതഭീകരവാദ സംഘടനയിൽപ്പെട്ടുള്ള SDPI-ക്ക് ഒരു സീറ്റ് DMK മുന്നണി നൽകിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് CPI-യും CPM-ഉം കോൺഗ്രസും എല്ലാം കൂടി പിന്തുണയ്ക്കുന്നത് മതഭീകരവാദ പ്രസ്ഥാനത്തിൽപ്പെട്ട ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രസ്ഥാനമായിട്ടുള്ള SDPI-ക്ക് പരസ്യ പിന്തുണയാണ് തമിഴ്നാട്ടിലെ ചിന്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നൽകുന്നത്. അപ്പോൾ പരസ്യമായിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടായിക്കോട്ടെ കേരളമായിക്കോട്ടെ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളുമായിട്ട് സഖ്യം കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി നേരത്തെ പറയുന്നത് കേട്ടു. അദ്ദേഹം പറയുന്നു, ഇടതുപക്ഷത്തെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം എന്താണ് സ്വന്തം കാര്യത്തെക്കുറിച്ച് സംസാരിക്കാത്തത്? നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് നമ്മൾ പരസ്യമായിട്ട് കണ്ടു, കൃത്യമായിട്ട് ഈ കുഞ്ഞാലിക്കുട്ടി നേരിട്ട് ഇടപെടുന്നത്. കുഞ്ഞാലിക്കുട്ടി ആരാണ്? പ്രതിപക്ഷ ഉപനേതാവ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് മതഭീകരവാദ സംഘടനകളുടെ വോട്ടിന് വേണ്ടിയിട്ട് അവരുമായി സന്ധി ചെയ്യുന്നു, അവരുടെ വിലപേശലിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ UDF സംവിധാനത്തിന്റെ ഭാഗമായിട്ടും LDF സംവിധാനത്തിന്റെ ഭാഗമായിട്ടും പോപ്പുലർ ഫ്രണ്ടും SDPI-യും ഇന്ന് അവരെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദ സംഘടന, നമ്മളെപ്പോഴും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാവിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാണ്. അപ്പൊ നോക്കണം, അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ട് അവർ ഒരു തരത്തിലുള്ള മാറ്റം ഇന്നേവരെ വരുത്തിയിട്ടില്ല. അവർ പ്രത്യയശാസ്ത്രപരമായിട്ട് അവരുടെ നിലപാടുകൾ മാറിയെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് പരസ്യമായിട്ടുള്ള ബന്ധമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനകത്ത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ജമാഅത്ത് ഇസ്ലാമി UDF-ന്റെ 18ഓളം സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് VD സതീശനും കൂട്ടരും ഇത്തരത്തിലുള്ള സന്ധി ചെയ്തത്. അപ്പോൾ കേരളത്തിന്റെ മതേതര പാരമ്പര്യങ്ങളെയും കേരളത്തിൽ മതഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വളർച്ച കുതിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് രണ്ട് മുന്നണികളും പോകുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയും, ജനങ്ങൾ തിരിച്ചറിയും. കേരളത്തിന്റെ മതേതര പാരമ്പര്യമുള്ള മുഴുവൻ
മുഴുവൻ ജനങ്ങളും ഈ രണ്ട് മുന്നണി സംവിധാനങ്ങളെ തള്ളിക്കളയുമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കേരളത്തിൽ പരസ്യമായിട്ട് SDPIയും CPIയും ഭരിച്ചിട്ടുള്ള കോട്ടാങ്ങൽ പഞ്ചായത്തായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈരാട്ടുപേട്ടയും കോട്ടാങ്ങലുമായിരുന്നു. കോട്ടാങ്ങലിന്റെ ഭരണ സംവിധാനം ഏകദേശം 3 വർഷത്തോളം തുടർന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിൽ മനമെടുത്തുകൊണ്ട് ജനങ്ങൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ തെരഞ്ഞെടുത്തത് BJP-യാണ്. അതുകൊണ്ട് നേമത്തായിക്കോട്ടെ മഞ്ചേശ്വരത്തായിക്കോട്ടെ ഈ രണ്ട് മുന്നണി സംവിധാനങ്ങളുടെയും ഭീകരവാദികളോട് സഖ്യം ചെയ്തതിനെതിരെയുള്ള ജനങ്ങളുടെ പൊതുവികാരം BJPക്ക് അനുകൂലമാകും. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും കേരളത്തിന്റെ മതേതര പാരമ്പര്യവും അതോടെ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ചിന്തനം. ശരി.